മലപ്പുറം പാണ്ടിക്കാട് നിന്നും പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഘം കൊല്ലം അഞ്ചലിൽ പിടിയിലാകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. അഞ്ചൽ കുരുവിക്കോണത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. മലപ്പുറം സ്വദേശി ഷാനവാസ്, തലച്ചിറ സ്വദേശി ഷമീർ എന്നിവരാണ് ഓടിപ്പോയത്. അഞ്ചൽ ബിവറേജിന് സമീപത്തു നിന്നും പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണിപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ ഷമീറിനെ ഇന്നലെയാണ് തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടാണ് എന്നാണ് സംശയിക്കുന്നത്. ദിലീപ് ദേവസ്യം, അഷ്കർ അലിയുമുണ്ട്. ആദ്യം ദിലീപിലേക്ക്. ദിലീപ്, കൊല്ലത്തു നിന്നാണ് ഷമീറുമായി പോയ വാഹനം പിടികൂടിയത്. അതിൽ നിന്നും 2 പേർ ഓടിപ്പോകുന്നു. 2 പേർ പിടിയിലായി. എന്താണ് പോലീസ് പറയുന്നത്? 4 പേരും പിടിയിലായി എന്നായിരുന്നല്ലോ നേരത്തെയുള്ള വാർത്ത. സ്മൃതി, കൊല്ലം മലപ്പുറം പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുവന്ന ഷമീറിനെ കൊണ്ടുവന്നത് കൊല്ലം കരുവിക്കോണത്താണ്. ഇവിടെ വെച്ച് അഞ്ചൽ ബിവറേജിന് മുൻവശത്ത് 2 വാഹനങ്ങളിലായി ഒരു ഇന്നോവ കാറും ഒരു i20 കാറിലും വന്നു നിന്ന സംഘത്തിനെ കൊല്ലം റൂറൽ പോലീസിൻ്റെ സ്ക്വാഡും ഒപ്പം മലപ്പുറം പോലീസ് ചേർന്നാണ് പിടികൂടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടറായിട്ട് ലഭിച്ചിരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ 2 പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയായ ഷാനവാസ്, ഒപ്പം തലച്ചിറ സ്വദേശിയായ ഷമീർ എന്നിവരാണ് ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ദൃക്സാക്ഷികൾ ഇത് സംഭവം കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒന്നും വ്യക്തമായിരുന്നില്ല. കാരണം അഞ്ചൽ ബിവറേജിന് സമീപത്ത് 2 വാഹനങ്ങൾ വന്ന് നിൽക്കുന്നു. ഒപ്പം പോലീസിൻ്റെ വാഹനം ചേസ് ചെയ്തെത്തി ഇവരുടെ വാഹനത്തെ പിന്തുടർന്നെത്തി കുറുകെ വെച്ച് വാഹനം ഇറങ്ങി പിടികൂടുന്നു. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാക്കിയുണ്ടായിരുന്ന പ്രതികൾ അതിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. 2 പ്രതികൾ ഓടിപ്പോയെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ തലച്ചിറ സ്വദേശി, തലച്ചിറ കൊല്ലം പുനലൂരിന് സമീപത്താണ് തലച്ചിറ പ്രദേശം. ഈ പ്രദേശത്തേക്ക് എത്തിയതാകാനാണ് സൂചന ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ട് കൊല്ലം സ്വദേശി ഉൾപ്പെട്ട സംഘമാണ് ആ ഷമീറിനെ തട്ടിക്കൊണ്ടു വന്നതെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അഞ്ചൽ പുനലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തത്. ശരി അഷ്കർ അലി, ഇപ്പോൾ ഈ തട്ടിപ്പ് എന്തിനാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? വൻ വ്യവസായിയാണ് ഇപ്പോൾ വൻ വ്യവസായിയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയതെന്ന് അറിയാനാകുന്നു. അപ്പോൾ എന്താണ്, എന്തെങ്കിലും സാമ്പത്തിക ഇടപാടാണോ അതോ പണം തട്ടുക എന്ന ഉദ്ദേശത്തിലാണോ? എന്താണ് മനസ്സിലാക്കാനാകുന്നത് അഷ്കർ അലി? സ്മൃതി, സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോയ പിന്നിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ, ഈ ഷമീർ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളാണ്. 60ഓളം ഷമീറും പാർട്ട്ണർമാരും അടക്കം ഒരു സംഘം ആളുകൾ ചേർന്ന് UAE-യിൽ 60ഓളം ഫാർമസി സ്ഥാപനങ്ങളും അതുപോലെ തന്നെ 3ഓളം റെസ്റ്റോറൻറ്റുകളും നടത്തുന്നുണ്ട്. ഇവർ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരാളടക്കമുള്ള 5 അംഗം ആളുകളാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷമീർ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കമൊക്കെ തന്നെ ഈ തട്ടിക്കൊണ്ടുപോയിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്ന വിവരം. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്താൽ, പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് പോലീസും പറയുന്നത്. നിലവിൽ 11 പേരെ നിലവിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ 5 പേർ ഈ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ ഷമീറിനെ മോചിപ്പിക്കുന്ന സ്ഥലത്ത് കൊല്ലം അഞ്ചലിൽ നിന്നാണ് ഈ 5 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മറ്റ് 6 പേരെ പാണ്ടിക്കാട് പോലീസ് ഇവിടെ നിന്നും പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. 2 പേർ ഈ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൻ്റെ ഉടമകളുമാണ്. പോലീസ് പറയുന്ന ഒരു ചിത്രം, ഈ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഷമീർ സഞ്ചരിക്കായിരുന്ന ബൈക്ക് ഇടിച്ചിട്ട ശേഷമാണ് ഈ ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് കാറിലും എത്തിയ സംഘം ഈ ഷമീറിനെ പാണ്ടിക്കാട് നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ഈ ഇന്നോവ കാറും ഈ സ്വിഫ്റ്റ് കാറും 2 ഭാഗങ്ങളിലേക്കായി പോകുന്ന സാഹചര്യമുണ്ടായി. ആദ്യം വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്നു, പിന്നീട് ആ വാഹനം ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്നു. എന്നാൽ ഈ പ്രതികൾ അതിവിദഗ്ധമായി പോലീസ് പിന്തുടരാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുകയും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ തുടർച്ചയായി മാറ്റുകയും ചെയ്തു. ഈ ഇന്നോവയും സ്വിഫ്റ്റും അടക്കം പലതവണ ഈ വാഹനങ്ങൾ പരസ്പരം മാറി വെവ്വേറെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് അതിലേക്ക് ഷമീറിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിനെ പ്രതികളെ പിന്തുടരുക, ട്രേസ് ചെയ്യുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ഈ വാഹനങ്ങൾ മാറാൻ വേണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്ത ആളുകളടക്കം പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തതോടുകൂടിയാണ് കൃത്യമായ പ്രതികളിലേക്കും ഷമീറിലേക്കും എത്താൻ പോലീസിന് ഒരു വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് 11 മണിയോടെ 11:30 കൊല്ലം അഞ്ചൽ അരുവിക്കോണത്ത് വെച്ച് ഷമീറിനെയും ഈ 5 പ്രതികളെയും പോലീസ് പിടികൂടുകയും ചെയ്തു. 2 പേർ ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ലഭിക്കുന്ന വിവരം. ശരി, പ്രതികളെ പിടികൂടുന്ന, പ്രതികൾ ഓടി രക്ഷപ്പെടുന്ന ഒക്കെയായുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിലീപ് ദേവസ്യം, അഷ്കർ അലിയുമാണ് വിവരങ്ങൾ നൽകിയത്.